വെൽക്കം ബാക്ക് ടു ബാങ്കോക്ക് ഡ്രിഫ്റ്റേഴ്സ് ഗൈസ്. ഇന്ന് നമുക്ക് ഡെലിവറി ഉള്ളത് ഒരു ടൊയോട്ട കോളിസ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ വേണ്ടി ഡെലിവറി പോയിട്ടുണ്ട്, വീഡിയോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ആഴ്ചയിൽ രണ്ടാമത്തെ വണ്ടിയാണിത്. ഇത് നമ്മൾ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് ഇൻറ്റീരിയറൊക്കെ പക്ക ലക്ഷറി ലെവലിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ളത് മെറ്റാലിക് ഓറഞ്ച് പെയിൻ്റാണ്. ഇത് ഒരു മൾട്ടി ടൂൺ കളറാണ്. നോർമലി ഇത് വെയിലത്ത് വരുമ്പോൾ നല്ല ഗോൾഡായിട്ടും തിരിയും, വെയിലില്ലാത്ത സമയത്ത് ഇതൊരു ഓറഞ്ച് ഫീലാണ് വരിക. അതുപോലെ തന്നെ ഇതിന് നോർമൽ ബേസ് മോഡൽ വണ്ടിയായിരുന്നു. ഇതിന് വീൽ ആർച്ച്, ക്ലാഡിങ്സ്, ഫുഡ് സ്റ്റെപ്പ് എല്ലാം സെറ്റ് ചെയ്ത് ഒരു RS ലെവലിലേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. വീലിൻ്റെ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 ഇഞ്ച് വീൽ ആഡ് ചെയ്ത് അതിൽ കോണ്ടിനെൻ്റലിൻ്റെ ടയർ ബ്രാൻഡ് ന്യൂ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് മിറർ നമ്മൾ ടൊയോട്ട ഹൈലക്സിൻ്റെ സൈഡ് മിറർ സെറ്റ് ചെയ്തു, സ്പോയിലർ എല്ലാം സെറ്റ് ചെയ്തു. വണ്ടി ഒരു RS എഡിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻറ്റീരിയറിനെ കുറിച്ച്. ഇൻറ്റീരിയറിൽ നമ്മൾ ഡാഷ്ബോർഡ് എല്ലാം ലെതർ റാപ്പ് ചെയ്ത് ഇന്നോവ ഗിയർ കൺസോൾ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിലൊരു സ്പെഷ്യലൈസ്ഡ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിലെ 2 ഫ്രണ്ട് സീറ്റ് മെഴ്സീഡീസ് ബെൻസിൻ്റെ A ക്ലാസിൻ്റെതാണ്, കംപ്ലീറ്റ് മോട്ടറൈസ്ഡ് ആണ്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ നമ്മൾ ടാൻ ആൻഡ് ബ്ലാക്ക് കളറിലാണ് കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ നമ്മൾ GRലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. GR സ്റ്റിയറിംഗ് വിത്ത് ആൻഡ്രോയിഡിലേക്ക് സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ എല്ലാം കംപ്ലീറ്റ് പക്ക വർക്കിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡിങ് സ്പൈറൽ കേബിള്. അതുപോലെ റിവേഴ്സ് ക്യാമറ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പോൾ വണ്ടി റെഡി ടു ഡെലിവറി കണ്ടീഷനിലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വണ്ടികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.